ഹലോ ഫ്രണ്ട്സ്, AB ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ പരിപ്പോടെയാണ് തയ്യാറാക്കാൻ എടുത്തു വച്ചിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ പരിപ്പോടയ്ക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ്, അതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പരിപ്പ് മാത്രമായിട്ടോ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് നോർമൽ രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റണം. പരിപ്പുള്ള അനുസരിച്ച് നമുക്ക് 1-2 തവണയായിട്ട് അരച്ചെടുത്താൽ മതി അരപ്പ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. വേപ്പിലയും സവോള നമ്മളൊന്ന് മേളിലൊന്ന് തൂളി കൊടുത്ത് പിന്നെ ഇളക്കാൻ നേരത്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ച് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി വയ്ക്കാം. 1/2 മണിക്കൂറോളത്തോളം അത് മിക്സ് ചെയ്തിട്ട് വയ്ക്കണം. പിന്നെ പരിപ്പോടയ്ക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, അതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ലെവലിൽ വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അപ്പോഴത്തേക്കും അതിനകത്തേക്ക് എല്ലാം ഒന്ന് പിടിച്ചെല്ലാം സെറ്റായിട്ടുണ്ടാവും. അതിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഇളക്കി ഒന്ന് ഇതാക്കി വെക്കണത്. ഓരോന്നെടുത്ത് നമുക്ക് പൊരിക്കാനായിട്ട് ഇടാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ റൗണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് കയ്യിൽ വെച്ച് തീരെ കനം കുറച്ചിട്ട് വേണം നമ്മൾ എണ്ണയിലിടാൻ. എന്നാലാണ് ഉള്ളൊക്കെ നല്ല വെന്ത് വരുള്ളൂ. കട്ടി കൂടണനുസരിച്ച് ഉള്ളു വേവാൻ പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇടുവാണ് എണ്ണയ്ക്കകത്ത്. എണ്ണ ലോ ഫ്ലെയിമിലിട്ട് ഈ ഒരു രീതിക്ക് വരുമ്പോഴത്തേക്ക് നല്ല പോലെ തിളയ്ക്കുന്നുണ്ട് എണ്ണ കിടന്ന്. പിന്നെ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എണ്ണ കിടന്ന് മൂത്ത് തന്നെ അനുസരിച്ച് ഇപ്പം തന്നെ നല്ലൊരു കളറും നല്ലൊരു ഇതൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു പരിപ്പോടെയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഉള്ളത് വെച്ച് നോർമലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു